പ്രണയതീരം. രചനാ സംഭാഷണം രുദ്രപ്രിയ. ദേവയും ഗോപുവും റെഡിയായി കാറിനടുത്തേക്ക് നിൽക്കുമ്പോഴാണ് സിദ്ധു വരുന്നത്. സിദ്ധു ഗോപുവിനെ നോക്കി കണ്ണുരുട്ടി. ഗോപു സിദ്ധുവിനെ നന്നായി പൂച്ഛിച്ചു. ഡാ, നീ എന്താ കവിളിലിങ്ങനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത്? രുദ്രൻ ചോദിച്ചു. അതൊരു പല്ലുവേദനയാണ്. കൈകൊണ്ട് പൊത്തിപ്പിടിച്ചാൽ വേദന കുറയുമോ? അവന് കളിയാക്കി. എന്തായാലും പോകുന്ന വഴി ഹോസ്പിറ്റലുണ്ട്, ഒന്ന് കയറാം. രുദ്രൻ പറയുമ്പോൾ അതൊന്നും വേണ്ട, ഞാൻ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട്, പെട്ടെന്ന് കുറയും. ടെക്സ്റ്റൈൽസിന് മുന്നിൽ വണ്ടി നിർത്തുമ്പോൾ രുദ്രൻ നോക്കുമ്പോഴുണ്ട് സിദ്ധു കവിളിൽ കൈവച്ച് എങ്ങോ നോക്കി നിൽക്കുന്നു. ഡാ, നീ വരുന്നില്ലേ? ആ, വരുവാ. ദേവയ്ക്കും ഗോപുവിനും ഗൗണാണ് റിസപ്ഷനും എൻഗേജ്മെൻറ്റിനുമായി തിരഞ്ഞെടുത്തത്. ഡാർക്ക് ബ്ലൂ കളർ ഗൗണ് സെലക്ട് ചെയ്തു. അതിന് മുത്തു ചേർത്ത ഹെവി വർക്ക്. ഗോപുവിന് പിങ്ക് കളർ മുത്തുകൾ ചേർത്ത ഗൗൺ. രുദ്രന് ഡാർക്ക് ബ്ലൂ ഷർട്ടും ക്രീം കളർ പാൻറ്റും. സിദ്ധുവിന് പിങ്ക് കുർത്തയും പൈജാമയുമാണ് സെലക്ട് ചെയ്തത്. ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന സമയമൊക്കെ സിദ്ധുവിൻ്റെ കൈ കവിളിൽ തന്നെയായിരുന്നു. ഡ്രസ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും മുമ്പ് രുദ്രൻ്റെയും സിദ്ധുവിൻ്റെയും തോളിൽ ആരോ ശക്തിയായി പ്രഹരിച്ചു. ഹൂ ദ ഹെൽ! രുദ്രനും സിദ്ധുവും ദേഷ്യം കൊണ്ട് വിറച്ച് പിന്നോട്ട് തിരിഞ്ഞു. തങ്ങളെ നോക്കി ചിരിച്ച് ഇടുപ്പിൽ കൈകുത്തി നിൽക്കുന്ന ഒരു പെണ്ണ്. ഡി മറിയാമോ? രുദ്രനും സിദ്ധുവും വേഗം അവൾക്കടുത്തേക്ക് ചെന്നു. രണ്ടുപേരെയും പെണ്ണ് കെട്ടിപ്പിടിച്ചു. ഇതൊക്കെ കണ്ട് പറന്നുപോയ കിളികളെ മുഴുവൻ കൂട്ടിലാക്കാനുള്ള തിരക്കിലായിരുന്നു ഗോപുവും ദേവയും. ഡാ, അച്ചായന്മാരെ, നിങ്ങളതെന്താ ഇവിടെ? രുദ്രൻ്റെ തോളിൽ കൈയിട്ട് ചേർന്ന് നിന്ന് സിദ്ധുവിൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ചാണ് മറിയാമ്മയുടെ നിൽപ്പ്. സിദ്ധു നോക്കുമ്പോഴുണ്ട് ഇത്രയും നേരം തൻ്റെ മുഖത്ത് പോലും നോക്കാതെ നിന്ന പെണ്ണ് ഇപ്പോൾ തന്നെ കിട്ടിയാൽ അരച്ച് കലക്കി കുടിക്കാനുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ്. കൈ അറിയാതെ കവിളിലേക്ക് നീങ്ങി. ദേവയുടെ അവസ്ഥയെ അത് തന്നെ. പെണ്ണിൻ്റെ രണ്ട് കണ്ണും ഇപ്പോൾ താഴെ വീഴുമെന്ന മട്ടിലാണ്. പെണ്ണിനൊട്ടും കുശുമ്പില്ല. സിദ്ധുവും രുദ്രനും ദേവയ്ക്കും ഗോപുവിനും അടുത്തേക്ക് മറിയാമ്മയെ കൂട്ടി വന്നു. രുദ്രൻ ദേവയെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. ഇതാണ് ദേവപ്രിയ. ഇച്ചായ, നിന്റെ കല്യാണം കഴിഞ്ഞോ? മറിയാമ്മയുടെ ഇച്ചായ എന്ന വിളി കേട്ടപ്പോൾ ദേവയ്ക്ക് സമാധാനം കിട്ടി. മറിയേ, ഇതാണ് എൻ്റെ അനിയത്തി ഗോപു. ഗോപുവിനെയും രുദ്രൻ മറിയാമ്മയ്ക്ക് പരിചയപ്പെടുത്തി. എൻ്റെ വെഡ്ഡിങ് റിസപ്ഷൻ നാളെയാണ്. അതിൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വന്നതാണ്. മാത്രമല്ല, രുദ്രനെ പറഞ്ഞു പൂർത്തിയാക്കാൻ സിദ്ധു സമ്മതിച്ചില്ല. സിദ്ധു ഗോപുവിനെ ചേർത്ത് പിടിച്ചു. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കൂടിയാണ് നാളെ. അപ്പോൾ പിന്നെ ചിലവുണ്ട് ഇച്ചായന്മാരെ. മറിയാമ്മ രുദ്രൻ്റെയും സിദ്ധുവിൻ്റെയും കൈ ചേർത്ത് പിടിച്ച് രണ്ടുപേരുടെയും കവിളിൽ മുത്തി. അത്രയും നേരം ചിരിച്ചു നിന്ന പെണ്ണിൻ്റെ കണ്ണ് നിറഞ്ഞു. രുദ്രനും സിദ്ധുവും മറിയാമ്മയുടെ ഇരുവശവുമായി ചേർന്ന് നിന്ന് അവളെ നോക്കി. അപ്പോഴേക്കും കരച്ചിലായോ? ഇച്ചായന്മാരുടെ അടയ്ക്കാക്കുരുവി, നീ തനിച്ചാണോ മോളെ? എബിൻ വന്നില്ലേ? ഇല്ല, ഞാൻ കുറച്ച് പർച്ചേസിങ്ങിന് ഇറങ്ങിയതാ ഇച്ചായ. കഴിഞ്ഞു. എന്നാ നീ വാ, നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. രുദ്രൻ എല്ലാവരോടുമായി പറഞ്ഞു. തങ്ങൾക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ ദേവയും ഗോപുവും അവർക്കൊപ്പം നടന്നു. 5 മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്ത് എല്ലാവരും ടേബിളിന് ചുറ്റും ഇരുന്നു. സിദ്ധുവാണ് സംസാരിച്ചു തുടങ്ങിയത്. ഞങ്ങൾ കോളേജിൽ PG ചെയ്യുമ്പോൾ ഒരിക്കൽ ജൂനിയേഴ്സ് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, റാഗിങ്ങിൻ്റെ പേരിൽ. അന്ന് ബാക്കിയുള്ള കുട്ടികൾ പേടിച്ച് പിന്മാറിയപ്പോൾ ഒരു കുട്ടി മാത്രം അവർക്കെതിരെ മാനേജ്മെൻറ്റിൽ പരാതിപ്പെട്ടു. പരാതിക്കാർ സമൂഹത്തിൽ ഉന്നതന്മാരുടെ മക്കളായതുകൊണ്ട് മാനേജ്മെൻറ്റ് നടപടിയെടുക്കാൻ വൈകി. എന്നാൽ അവൾ പരാതി പിൻവലിക്കാൻ തയ്യാറായില്ല. ഭീഷണിപ്പെടുത്തി ഹോസ്റ്റൽ വാർഡൻ ഉൾപ്പെടെയുള്ളവർ അവളെ മാനസികമായി തളർത്തി. കോളേജിൽ അധ്യാപകർ വരെ ഹരാസ് ചെയ്തു. കുറച്ചുനാൾ പിന്നെ അവളെ കോളേജിൽ കണ്ടില്ല. ഒരു ദിവസം ഞാനും രുദ്രനും സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ റോഡിൽ ഒരു പെൺകുട്ടി ആക്സിഡൻ്റായി കിടക്കുന്ന കണ്ടു. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഇവളാണ്. പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക്. ആരെ വിളിക്കണമെന്നും എന്ത് ചെയ്യണമെന്നും അറിയാൻ വയ്യാത്ത അവസ്ഥ. 3 ദിവസം കഴിഞ്ഞ് മറിയാമ്മയ്ക്ക് ബോധം വീഴാൻ. ഞാനും സിദ്ധുവും ഡെയിലി ഹോസ്പിറ്റലിൽ പോയി കാര്യം തിരക്കും. ഒടുവിൽ ഇവൾ സംസാരിച്ചു തുടങ്ങി. രുദ്രൻ നിന്ന് നിർത്തി മറിയാമ്മയെ നോക്കി. പെയ്യാൻ വെമ്പി നിൽക്കുന്ന കണ്ണുകൾ. ബാക്കി ഞാൻ പറഞ്ഞോളാം ചായ. ഞാനൊരു ഓർഫണായത് കാരണം എനിക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലായിരുന്നു. ഇടവകയിലെ അച്ഛനാണ് കുറച്ചുനാൾ പഠിക്കാനുള്ള സഹായങ്ങളെല്ലാം ചെയ്തു തന്നത്. +1 മുതൽ ഒരു സ്പോൺസറെ കിട്ടി. ഒടുവിൽ കോളേജിലെത്തി. കോളേജിൽ പ്രശ്നമായപ്പോൾ അവർ എൻ്റെ സ്പോൺസർഷിപ്പ് നിർത്തി. ഹോസ്റ്റലിൽ പ്രയാസമായിരുന്നു പിടിച്ചു നിൽക്കാൻ. ഫീസ് അടയ്ക്കാത്തതിനാൽ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നായപ്പോഴാണ് ഒരു ജോലി അന്വേഷിച്ചിറങ്ങിയത്. അതിനിടയിലാണ് ഈ ആക്സിഡൻറ്റ്. അത് മനഃപൂർവ്വം ആരോ കൊല്ലാൻ വേണ്ടി തന്നെയാണ്. അവിടെയും കർത്താവ് കൈവിട്ടില്ല. കൂടെ പിറക്കാത്ത കൂടപ്പിറപ്പുകൾ. മറിയാമ്മ രുദ്രൻ്റെയും സിദ്ധുവിൻ്റെയും കൈകൾ ചേർത്ത് പിടിച്ചു.
ഇതെല്ലാം കേട്ട് ദേവയുടെയും ഗോപുവിൻ്റെയും കണ്ണു നിറഞ്ഞു. പിന്നെ ഞങ്ങളായി മറിയാമ്മയുടെ സ്പോൺസേഴ്സ് അല്ലേ? രുദ്ര സിദ്ധു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ ഞങ്ങളായിരുന്നു അവളുടെ ലോകം. ഒടുവിൽ അവളുടെ കല്യാണം വരെ അച്ചായന്മാരുണ്ടായിരുന്നു. പിന്നെ അവൾ ഹസ്ബൻഡുമായി ബാംഗ്ലൂർ സെറ്റിൽഡായി. ഇനി പറയൂ, ഇപ്പം ഇവിടെ എന്താ? ഇച്ചായൻ്റെ ബാംഗ്ലൂരിലെ ബിസിനസ് എല്ലാം ഇപ്പോൾ കുറച്ച് ലോസാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് 1 മാസം കഴിഞ്ഞു. ഞാനിവിടെ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനെവിടെ? ഇച്ചായൻ ഒരാഴ്ചയായി ബാംഗ്ലൂർക്ക് പോയിട്ട്. അവിടെ കുറച്ച് സെറ്റിൽമെൻ്റ് ഉണ്ട്. എന്നാലും ഇച്ചായൻ്റെ കല്യാണം എന്നെ അറിയിച്ചില്ലല്ലോ. എൻ്റെ മറിയാമോ, നീ ഓരോ മാസവും ഓരോ ഫോൺ നമ്പർ ആക്കിയാൽ ഞാൻ എങ്ങനെ നിന്നെ അറിയിക്കും? എന്തായാലും നീ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയല്ലോ. ഇവിടെ ഞങ്ങൾക്കൊരു ഫ്ലാറ്റ് ഉണ്ട് അച്ചായ. നീ ഒരു കാര്യം ചെയ്യ്, എബിനെ വിളിച്ചിട്ട് കാര്യം പറയൂ. എന്നിട്ട് നമുക്ക് റിസപ്ഷനും എൻഗേജ്മെൻറ്റും ഒക്കെ അടിച്ച് പൊളിച്ച് വരുമ്പോഴേക്കും എബിൻ വരും. അപ്പോൾ ഫ്ലാറ്റിൽ പോകാം. മറിയാമ്മ എബിനെ വിളിച്ച് സമ്മതം വാങ്ങി. 5 പേരും ഒരുമിച്ച് ഇന്ദീവരത്തിലേക്ക് തിരിച്ചു. ഇന്ദീവരത്തിൽ മഹിയും മാലുവും എല്ലാം മറിയാമ്മയോട് വളരെ സ്നേഹമായാണ് പെരുമാറിയത്. മറിയാമ്മയും ദേവിയും ഗോപുവും വളരെ പെട്ടെന്ന് കൂട്ടായി. മറിയാമ്മ ഗോപുവിൻ്റെ കൂടെയാണ്. എബി വീഡിയോ കോൾ ചെയ്ത് ഫോണിൽ എല്ലാവരുമായി സംസാരിച്ചും വളരെ അടുപ്പത്തിലായി. വൈകുന്നേരത്തോടെ ഗീതമ്മായി ഇന്ദീവരത്തിലെത്തി. എന്താ അമ്മായി കൃഷ്ണേച്ചിയെ കൊണ്ടുവരാത്തത്? ഗോപുവാണ് ചോദിച്ചത്. ഒരു ചിരിയോടെയാണ് ഗീത മറുപടി പറഞ്ഞത്. കൃഷ്ണയ്ക്ക് സ്ഥലമാറ്റമായി തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഭാഗത്തേക്ക്. അവിടെ വാട്ടർ അതോറിറ്റി ഇന്ന് ജോയിൻ ചെയ്യണം. അതുകൊണ്ട് അവൾ ഇന്നലെ അങ്ങോട്ടേക്ക് തിരിച്ചു. ഞാൻ കൂടി അങ്ങോട്ടേക്ക് പോകും. അവിടെ അവൾ വീട് നോക്കുന്നുണ്ട്. രുദ്രൻ ഗീതമ്മായിയുടെ അടുത്തേക്ക് വന്നു. അമ്മായിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ല മോനെ, അമ്മായിയോട് മോനെല്ലാം പറഞ്ഞതല്ലേ. അവളിവിടെ ഉണ്ടെങ്കിൽ ദേവമോളെ സ്വൈര്യമായി ജീവിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഈ സ്ഥലം മാറ്റം. ഇനിയെങ്കിലും അവളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നാൽ മതിയായിരുന്നു. ഗീതമ്മായി നേരിയതിൻ്റെ തുമ്പാൽ കണ്ണുകളൊപ്പി. അവൾ ഒരുപാട് അനുഭവിച്ചതാ അമ്മായി. ഇനിയും എൻ്റെ പേരും പറഞ്ഞ് അവളെ വീണ്ടും വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. കൃഷ്ണയ്ക്ക് ദേവയോടുള്ള ദേഷ്യം ഞാൻ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ കുറച്ച് ബന്ധങ്ങൾ വെച്ച് അവൾക്ക് സ്ഥലമാറ്റം വാങ്ങിക്കൊടുത്തത്. ഉച്ചയോടുകൂടി ദേവയും ഗോപുവിനെയും ഒരുക്കാനായി ബ്യൂട്ടീഷ്യൻ വന്നു. ബ്ലൂ കളർ ഗൗണിൽ ദേവ അതിസുന്ദരിയായിരുന്നു. അതിന് മാച്ചായ കമ്മലും കയ്യിൽ 2 വളകളും. ഗോപു പിങ്ക് ഗൗണിൽ സുന്ദരിയായി ഒരുങ്ങിയിറങ്ങി. ഡ്രസ്സിന് മാച്ചായ നെക്ലസും വളകളും. ഇന്ദിവരം ഗ്രൂപ്പിൻ്റെ തന്നെ കൺവെൻഷൻ സെൻറ്ററിൽ റിസപ്ഷനും എൻഗേജ്മെൻറ്റിനും ഉള്ള പരിപാടികൾ ചെയ്തിരുന്നു. 2 കാറുകളിലായിട്ടാണ് രുദ്രനും ദേവയും സിദ്ധുവും ഗോപുവും മറിയാമ്മയും എത്തിയത്. മനോഹരമായി അലങ്കരിച്ച സ്റ്റേജിൽ 4 പേരും കയറി. ആദ്യം സിദ്ധുവിൻ്റെയും ഗോപുവിൻ്റെയും റിംഗ് എക്സ്ചേഞ്ച്. 2 പേരും പരസ്പരം മോതിരം മാറി. ഓഫീസ് സ്റ്റാഫും ബിസിനസ് പാർട്ട്നേഴ്സും രുദ്രൻ്റെയും സിദ്ധുവിൻ്റെയും കൊളീഗ്സും റിസപ്ഷനിൽ പങ്കെടുത്തു. ബാക്ക്ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ സ്ക്രീനിൽ രുദ്രൻ്റെയും ദേവയുടെയും വെഡ്ഡിംഗ് ഫോട്ടോസും ഗോപുവിൻ്റെയും സിദ്ധുവിൻ്റെയും ഫോട്ടോസും മാറി മാറി കാണിക്കുന്നുണ്ടായിരുന്നു. സ്റ്റേജിൽ 4 പേരെ അഭിനന്ദിക്കാനും പരിചയപ്പെടാനുമായി ആൾക്കാരുടെ തിരക്കായിരുന്നു. ഒടുവിൽ പരിപാടിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഏകദേശം 10 മണിയോടടുത്തു. ക്ഷീണിച്ച് അവശരായി എല്ലാവരും തിരികെ വീട്ടിലെത്തി. ദേവ ഫ്രഷായി വരുമ്പോഴേക്കും രുദ്രൻ കിടക്കുകയാണ്. ദേവ നോക്കുമ്പോഴുണ്ട് രുദ്രൻ്റെ ചുണ്ടിലൊരു കള്ളച്ചിരി. എന്താ ദേവേട്ടാ ഇങ്ങനെ നോക്കുന്നേ? എടി പെണ്ണേ, നീ ഇന്നും എന്നെ പട്ടിണിയാകുമോ? രുദ്രൻ ദേവിയുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് ചോദിച്ചു. ദേവ കണ്ണുകൾ അടച്ചു പിടിച്ചു. പ്രിയ, ഞാൻ നിന്നെ എൻ്റേതാക്കിക്കൊള്ളട്ടെ. ഇനിയും കാത്തിരിക്കാൻ വയ്യ. ദേവേട്ടന് അതിന് എൻ്റെ അനുവാദം വേണോ? ഞാൻ ദേവേട്ടൻ്റെ അല്ലേ? രുദ്രൻ ദേവയുടെ മൂക്കിൻ തുമ്പിൽ തിളങ്ങുന്ന മൂക്കുത്തിയിൽ ചുംബിച്ചു. രുദ്രൻ ചെറു ചുംബനങ്ങളാൽ അവളെ ഉണർത്തി. ഇരുവരുടെയും ശ്വാസോച്ഛ്വാസത്തിന് വേഗതയേറി. ദേവയിൽ നിന്നും ചെറിയ ഞരക്കങ്ങളും കുറുകലുകളും ഉണർന്നു. രുദ്രനിൽ അത് ആവേശം നിറച്ചു. തങ്ങൾക്ക് തടസ്സമായ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി. ദേവയുടെ നഖങ്ങൾ രുദ്രനിൽ ആഴ്ന്നിറങ്ങി. തൻ്റെ പ്രണയം മുഴുവനും ഒട്ടും കുറയാതെ ദേവയിലേക്ക് പകർന്നു നൽകാൻ രുദ്രൻ ഒരു മഴയായി പെയ്തു. ദേവയിൽ ആഴ്ന്നിറങ്ങി. ദേവിയുടെ മിഴികളിൽ നിന്ന് മുതിർന്ന നീർത്തുള്ളി ദേവൻ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു. ദേവയുടെ മാറിൽ തളർച്ചയോടെ വീണവനെ ദേവ ഇരുകൈയാലും ചേർത്ത് പിടിച്ചു. രുദ്രൻ ദേവയിൽ നിന്ന് നീങ്ങി മാറി അവളെ തൻ്റെ നെഞ്ചിലേക്ക് കയറ്റി കിടത്തി. ബെഡ്ഷീറ്റ് വലിച്ച് നഗ്നതയെ മറച്ചു. വിയർപ്പ് കണങ്ങളിൽ കുതിർന്ന ദേവയുടെ നെറ്റിയിൽ പറ്റിച്ചേർന്ന സിന്ദൂര ചൂപ്പിൽ രുദ്രൻ ചുംബിച്ചു. രാവിലെ പതിവ് പോലെ ദേവയാണ് ആദ്യം ഉണർന്നത്. ബെഡ്ഷീറ്റ് വലിച്ചു വാരി ചുറ്റി ദേവ ഫ്രഷാകാൻ ഷവറിന് മുന്നിൽ പോയി നിന്നപ്പോൾ ദേവയുടെ ശരീരത്തിൽ തലേ ദിവസത്തെ സുഖമുള്ള ഒരു നോവ് അനുഭവപ്പെട്ടു. ദേവ നാണത്തിൽ കുതിർന്ന് പുഞ്ചിരിച്ചു. ഫ്രഷായി ഇറങ്ങി ദാവണി ചുറ്റി കണ്ണടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ദേവയുടെ കണ്ണ് തള്ളി. കഴുത്തിൽ അവിടെ എവിടെയായി കിടക്കുന്നു ചുവന്ന പാടുകൾ. ദേവ അവയിലൂടെ വിരലുകൾ ഓടിച്ചു. ദാവണിക്കിടയിലൂടെ കാണുന്ന അണിവയറിലും ചുവന്ന പാടുകൾ. ദേവ വേഗം തിരിഞ്ഞു രുദ്രനെ നോക്കുമ്പോൾ
കട്ടിലിൽ ഉണർന്ന് തന്നെയും നോക്കി കിടക്കുന്നു. നോക്കിയേ ദേവേട്ട, ഇതെന്ത് പണിയാ കാണിച്ചു വെച്ചേക്കുന്നേ? ഞാൻ എങ്ങനെ ഗോപുവിൻ്റെ അമ്മയുടെയും മറിയയുടെയും അടുത്ത് ചെന്ന് നിൽക്കും? നാണക്കേട്. രുദ്രൻ ദേവിയുടെ കൈപിടിച്ച് വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു. കല്യാണം കഴിയുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. എൻ്റെ മോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട. ഒന്ന് പോയേ, ഇവിടെ അങ്ങോട്ട്. ദേവ് വേഗം രുദ്രനിൽ നിന്നും അകന്നു മാറി അലമാരയിൽ നിന്നും കോളറുള്ള ചുരിദാർ വലിച്ചെടുത്തു. അതുമായി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. രുദ്രൻ ദേവയെ തന്നെ നോക്കിക്കിടന്നു. ദേവ ഡ്രസ്സ് മാറി വരുമ്പോൾ രുദ്രൻ ഫ്രഷായി വന്നു. ഡി, നീ ഇന്ന് തന്നെ കയ്യിലെ നഖമെല്ലാം വെട്ടിയേക്കണം. മനുഷ്യൻ്റെ പുറം മുഴുവനും മാന്തി പൊളിച്ചു. ദേവിയുടെ മുഖം നാണത്താൽ ചുവന്നു. ഇങ്ങനെ ചുവന്ന തക്കാളിപ്പഴം പോലെ നിന്നാൽ ഞാൻ കടിച്ചു തിന്നും പെണ്ണേ. രുദ്രൻ ദേവയുടെ അടുത്തേക്ക് നീങ്ങി അവളുടെ അധരങ്ങൾ സ്വന്തമാക്കി പതിയെ അവയെ നുണയാൻ തുടങ്ങി. ദേവരുദ്രൻ്റെ നെഞ്ചിൽ വിരലുകൾ ആഴ്ത്തി. രണ്ടുപേരും ആ ചുമനത്തിൽ ലയിച്ചു. രുദ്രൻ്റെ കൈകൾ ദേവയുടെ അണിവയറിലെത്തിയതും ദേവരുദ്രനെ വേഗം തള്ളിമാറ്റി മുറിക്ക് പുറത്തേക്കിറങ്ങി. ഫോൺ റിങ് ചെയ്തതും രുദ്രൻ വേഗം അതിനടുത്തേക്ക് നീങ്ങി. അൺനോൺ നമ്പറാണല്ലോ. ഹലോ ACP, വിവാഹമൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പോൾ നല്ല സന്തോഷത്തിലായിരിക്കുമല്ലേ? നിന്റെ സുഹൃത്തിനെ വിളിച്ച് ഞാൻ ഇടയ്ക്ക് സുഖവിവരം അന്വേഷിച്ചിരുന്നു. അന്നു മുതൽ നീ എൻ്റെ കോൾ പ്രതീക്ഷിച്ചിരിക്കുകയില്ലേ? നിന്നെ പോലെയുള്ളവന്മാർക്ക് സർപ്രൈസ് തരുമ്പോൾ നിന്റെ വീട്ടിലുള്ളവർക്ക് വേണം നോവാൻ. എങ്കിലേ നിനക്കൊക്കെ നോവൂ. ഇനിയുള്ള എൻ്റെ ഓരോ അടിയും മർമ്മത്തിൽ തന്നെ കൊള്ളുന്നതായിരിക്കും. നിർത്തടാ. ഇത്രയും നേരം നിന്നെപ്പോലെ ഒരുത്തനെ ചിലയ്ക്കാൻ അനുവദിച്ചത് നിന്റെ പോക്ക് എവിടേക്കാണെന്ന് അറിയാനായിരുന്നു. അത് ക്ലിയറായി നീ തന്നെ പറഞ്ഞു തന്നു. പിന്നെ എൻ്റെ കുടുംബത്തിനെ പോയിട്ട് എൻ്റെ ഒരു രോമത്തിൽ പോലും നീ നിൻ്റെ മറ്റോമാരും തൊടില്ല. എന്തായാലും നീ കളി തുടങ്ങി വെച്ച സ്ഥിതിക്ക് ഇനി ഞാനും എൻ്റെ ഭാഗം ഭംഗിയാക്കാം. നിനക്ക് കാണണ്ടേ എൻ്റെ റേഞ്ച്? നീ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് എൻ്റെ ലോകം. അവിടെ എത്തിപ്പെടാൻ നിനക്കെന്നല്ല ആർക്കും കഴിയില്ല ACP. രുദ്രദേവ പ്രതാപവർമ്മ കടന്നു വരും നിൻ്റെ ഈ പറഞ്ഞ ലോകത്തേക്ക്. അന്ന് നീ കരയും, നിൻ്റെ ജീവന് വേണ്ടി. ഗെറ്റ് റെഡി ഫോർ ദി ഗെയിം യു ബാസ്റ്റേഡ്. മറുപുറം ഫോൺ കട്ടായി. രുദ്രൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. കണ്ണുകളിൽ ക്രോധമാളി കത്തി. സിദ്ധുവിൻ്റെ ഫോൺ നമ്പർ ഡയൽ ചെയ്തു. ഹലോ രുദ്ര. സിദ്ധു, ഞാനൊരു നമ്പർ സെൻഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ട്രേസ് ചെയ്ത് നോക്ക്. അവൻ എന്നെ വിളിച്ചിരുന്നു സിദ്ധു. ആ മൂന്നാമൻ. അവൻ്റെ ലക്ഷ്യം എൻ്റെ കുടുംബമാണ്. രുദ്രൻ മീശയൊന്ന് പിരിച്ചു. ഇനി നമ്മൾ കളി തുടങ്ങുകയാണ്. രുദ്ര, നീ ലീവ് ക്യാൻസൽ ചെയ്ത് വരുന്നോ? യെസ്. ഇനി വൈകിച്ചാൽ പറ്റില്ല. ഞാൻ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും. നീ അവിടെ കാണണം. രുദ്രൻ ഫോൺ കട്ട് ചെയ്തതും പിന്നിൽ ദേവേട്ട ചായ. ചായ കയ്യിൽ വാങ്ങുമ്പോൾ രുദ്രൻ ദേവയെ നോക്കി. ദേവേട്ട ഇന്നു മുതൽ ജോയിൻ ചെയ്യുന്നുണ്ടോ? ലീവാണെന്നല്ലേ പറഞ്ഞത്? അർജൻറ്റ് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ലീവ് ക്യാൻസൽ ചെയ്തു. വിഷമമായോ? ദേവ വേഗം താഴേക്ക് ചെന്ന് മാലുവിനോടൊപ്പം കിച്ചണിൽ അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ നോക്കി. കൃത്യസമയത്ത് രുദ്രൻ താഴെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദേവമോളെ, അവൻ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ? ദേവേട്ടന് അത്യാവശ്യം എന്തോ ഉണ്ടമ്മേ. എന്നാൽ മോൾ അങ്ങോട്ട് ചെല്ല്. മാലു മുറിയിലേക്ക് പോയി. ദേവ ചെല്ലുമ്പോൾ രുദ്രൻ യൂണിഫോം ധരിക്കുകയായിരുന്നു. ദേവ ബട്ടണൊക്കെ ഇട്ട് കൊടുത്തു. എന്താണ് പെണ്ണിൻ്റെ മുഖത്തൊരു വാട്ടം? വിഷമമുണ്ടോ ഞാൻ പോകുന്നതിൽ? എനിക്കെന്തോ ഒരു പേടി. എന്തിനാ പ്രിയ? ഞാനുള്ളപ്പോൾ നിനക്ക് ഈ പേടി? ദേവേട്ടൻ പഴയ പോലെ ലേറ്റായിട്ടാവുമോ വരുന്നേ? ഇല്ല, ഞാൻ നേരത്തെ വരും. എന്നിട്ട് നമുക്കൊന്ന് പുറത്തു പോകാം. നേരത്തെ വരുമോ? നേരത്തെ വരാം. ഇനി ഒന്ന് ചിരിക്ക്. നിന്റെ മുഖം ഇങ്ങനെ വിഷമിച്ച് കാണാൻ കൊള്ളില്ല പെണ്ണേ. രുദ്രൻ ദേവയെ ചേർത്ത് പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. ദേവരുദ്രനെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. പോയിട്ട് വരാം. രുദ്രൻ വാലറ്റും ഫോണുമായി പുറത്തേക്ക് കടന്നു. ഫോൺ ബെൽ കേട്ടാണ് മറിയാമ്മ ഉണർന്നത്. എബിച്ച, ഒരാഴ്ച എന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? ഇവിടുത്തെ പണി വിചാരിച്ച പോലെ നടന്നില്ല പെണ്ണേ. ഒരാഴ്ച കൂടി നിൽക്കേണ്ടി വരും. പിന്നെ നിൻ്റെ അച്ചായന്മാരുടെ റിസപ്ഷനും എൻഗേജ്മെൻ്റ് എല്ലാം അടിച്ചു പൊളിച്ചോ? പിന്നെ പൊളിച്ചടുക്കിയില്ലേ? എൻ്റെ ഭാഗ്യമാണ് ഇതുപോലൊരു ഫാമിലിയെ കിട്ടിയത്. ഇച്ചായൻ വേഗം വായോ. ഞാൻ വേഗം വരാമടി. എന്നാൽ ശരി, നീ വെച്ചോ. ഞാൻ തിരക്ക് കഴിഞ്ഞിട്ട് വിളിക്കാം. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞതും എബിക്ക് വല്ലാത്ത വേദന തോന്നി. കണ്ണുകളിൽ നീർ ഉരുണ്ടുകൂടി. എബിയെ തേടിയെത്തിയ ആ കോളിനെക്കുറിച്ചുള്ള ചിന്തകൾ എബിയെ വല്ലാതെ അലട്ടി. എബി ആ ചിന്തകളിലൂടെ ഒരിക്കൽ കൂടി സഞ്ചരിച്ചു. ഹലോ എബിൻ. അതെ, എബിനാണ്. നിങ്ങളാരാ? ഞാൻ നിങ്ങളുടെ ഒരു വെൽവിഷറാണ്. ബാംഗ്ലൂരിലുള്ള നിങ്ങളുടെ ബിസിനസ് ലോസ് ആണല്ലേ? എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. പിന്നെയല്ലേ നിങ്ങൾ എന്നെ സഹായിക്കാൻ? ഞാൻ ആരാണെന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല എബിൻ. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. അതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം മാത്രം ചെയ്തു തന്നാൽ മതി. ഹേ മിസ്റ്റർ, നമ്മൾ പരസ്പരം ഇതിനു മുമ്പ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങളെ ഞാൻ സഹായിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? എബിൻ ഇപ്പോൾ ഒരുപാട് സംശയം കാണും. പക്ഷെ അതൊക്കെ തീർത്ത് കഴിഞ്ഞ് എൻ്റെ സഹായം മതിയെങ്കിൽ നാളെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് കൊടുക്കേണ്ടവർ ഓഫീസിന് മുന്നിലെത്തും. ചിലർ ആത്മഹത്യാ ഭീഷണി മുഴക്കും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ മുന്നിൽ കിടന്ന് മരിച്ചെന്നും വരാം.
അത് വേണോ എബിൻ? അതോ സുന്ദരിയായ മറിയയോടൊപ്പം ബാധ്യതകളൊക്കെ തീർത്ത് സന്തോഷമായി ജീവിക്കണോ? നിങ്ങൾ നിങ്ങൾ എന്താ പറയുന്നത്? എന്താ അതിൻ്റെ ഉദ്ദേശം? ഉദ്ദേശം എബിനെ സഹായിക്കാനാണ്. അതോടൊപ്പം എബിൻ, ഒരു ചെറിയ സഹായം എനിക്ക് ആവശ്യമുണ്ട്. ഇന്ന് മുഴുവൻ ആലോചിക്കാൻ സമയമുണ്ട്. നാളെ ഞാൻ വിളിക്കുമ്പോൾ എനിക്കുള്ള മറുപടി പറയണം. അതൊരു യെസ് ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇത് മറ്റാരും അറിയണ്ട. അറിഞ്ഞാൽ പിന്നെ അറിയാമേ അങ്ങ് മറന്നേക്കണം. മറുപുറം ഫോൺ കട്ടായി. കമ്മീഷണർ ഓഫീസിൽ ഫിറോസ് സാറിൻ്റെ വിവരം അറിയിക്കാനായി എത്തിയതായിരുന്നു രുദ്രൻ. ഞാൻ സാറിനോട് ഫോണിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് സിദ്ധു. എവിടെയോ എന്തൊക്കെയോ മിസ്ലീഡിങ് നടക്കുന്നുണ്ട്. ഒന്നും ക്ലിയർ ആകുന്നില്ല. രുദ്രൻ റിവോൾവിംഗ് ചെയറിൽ ചാരിയിരുന്നു. കണ്ണുകൾ ഇറുകെ അടച്ച ആലോചനയിലാണ്ടു. മനസ്സിലൂടെ ചിന്തകൾ മാറി മറിഞ്ഞു. ഞെട്ടി കണ്ണു തുറന്നു രുദ്രൻ. സിദ്ധു, എൻ്റെ ഫോണിൽ വന്ന കോൾ ട്രേസ് ചെയ്തായിരുന്നു. 5 മിനിറ്റ് കൂടി കഴിയുമ്പോഴേക്കും ഫയൽ റെഡിയാക്കി കിഷോർ കൊണ്ടുവരും. രുദ്രൻ്റെയും സിദ്ധുവിൻ്റെയും ഒരു ഫ്രണ്ടാണ് സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്ന കിഷോർ. മേ ഐ കമിൻ? യെസ് കിഷോർ, ഗെറ്റ് ഇൻ. കിഷോർ കയ്യിലിരുന്ന ഫയൽ രുദ്രനെ ഏൽപ്പിച്ചു. സാറിന് വന്നിരിക്കുന്ന കോൾ ട്രേസ് ചെയ്തപ്പോൾ അത് ബാംഗ്ലൂരിൽ നിന്നാണ് കിട്ടിയ വിവരം. ഓക്കെ കിഷോർ. കിഷോർ പൊയ്ക്കഴിഞ്ഞതും രുദ്ര, ബാംഗ്ലൂർ എന്ന് മാത്രമല്ല വിവരം കിട്ടിയുള്ളൂ. നിന്നെ വിളിച്ച ശേഷം ആ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ബാംഗ്ലൂർ. രുദ്രൻ വേഗം ഫോണെടുത്ത് ശിവലിംഗപ്പ എന്ന നമ്പർ ഡയൽ ചെയ്തു. ഹലോ ശിവ. യെസ് ശിവലിംഗപ്പ. ശിവ, ഞാൻ രുദ്രൻ. ഓ, ദ ഗ്രേറ്റ് രുദ്രദേവ പ്രതാപവർമ്മ. എന്താടാ പ്രതീക്ഷിക്കാത്ത ഒരു കോൾ? ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷണർ ശിവലിംഗപ്പയെ വിളിക്കാൻ രുദ്രന് പ്രത്യേക സമയം വേണോ? രുദ്രൻ, പിന്നെ എന്തുണ്ട് വിശേഷം? വിശേഷം ഒരുപാടാണ് ശിവ. ഐ നീഡ് എ ഹെൽപ്പ്. രുദ്രൻ ചുരുങ്ങിയ വാക്കുകളിലൂടെ കാര്യങ്ങൾ വിശദമാക്കി. എനിക്ക് വന്ന കോൾ ട്രേസ് ചെയ്തപ്പോൾ അത് ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഞാൻ ഫ്രെഡി, ഡെറിക് എന്നിവരുടെ ഫോട്ടോസ് നിൻ്റെ വാട്സാപ്പിൽ അയക്കാം. പിന്നെ അന്ന് മാളിൽ നിന്നും കിട്ടിയ ആ CCTV ഫുട്ടേജ്, അതിൽ ആ മൂന്നാമനെയും കാണാം. ഞാനിവിടെ ഉണ്ടല്ലോ രുദ്ര. ഐ വിൽ ഡൂ മൈ ബെസ്റ്റ്. ഐ വിൽ ഗീവ് യു ദ ഡീറ്റെയിൽസ് ഇൻ 2 hours. ഓക്കെ ശിവ, താങ്ക് യു. ഞാൻ വരാം ശിവ ബാംഗ്ലൂർ. ഇവിടെ കുറച്ച് പണി കൂടി ചെയ്തു തീർക്കാനുണ്ട്. സിദ്ധു, ഫിറോസ് സാർ വരില്ലേ? വരുമെന്നാണ് പറഞ്ഞത് രുദ്ര. ഹായ് ജെന്റിൽമാൻ, ലേറ്റ് ആസ് യൂഷ്വൽ. രുദ്രനും സിദ്ധുവും ഫിറോസ് സാറിന് സല്യൂട്ട് നൽകി. അദ്ദേഹം അവരെ ഇരിക്കാൻ കൈ കാണിച്ചു. രുദ്ര, ഒരു പ്രധാന കാര്യമുണ്ട്. ഫ്രെഡിയും ഡെറിയും ജയിൽ ചാടി. ഇതുവരെ ഈ ന്യൂസ് ലീക്കായിട്ടില്ല. ജയിലിനുള്ളിൽ തന്നെ ഇവർക്ക് സഹായികളുണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. രുദ്രൻ രാവിലെ തനിക്ക് വന്ന കോളിനെ കുറിച്ച് ഫിറോസ് സാറുമായി സംസാരിച്ചു. നിങ്ങൾ രണ്ടുപേരും വളരെയധികം സൂക്ഷിക്കണം. ജയിൽ ചാടിയവന്മാർ വെറുതെ ഇരിക്കില്ല. ഫോഴ്സിനുള്ളിൽ തന്നെ അവരെ സഹായിക്കാൻ ആളുണ്ട്. എന്തു ചെയ്യുന്നുവെങ്കിലും രഹസ്യമായിരിക്കണം. ഇവനൊന്നും ഇനി പുറം ലോകം കാണരുത്. സർ, ഫോൺ ട്രേസ് ചെയ്തപ്പോൾ ലൊക്കേഷൻ ബാംഗ്ലൂരാണ്. ചിലപ്പോൾ എനിക്ക് സിദ്ധുവിനും ബാംഗ്ലൂർ വരെ പോകേണ്ടി വരും. ഓക്കെ, എന്തുണ്ടെങ്കിലും ഞാനുമായി മാത്രം കോണ്ടാക്റ്റ് മതി. ഓക്കെ സർ. രുദ്രദേവയെയും ഗോപുവിനെയും ശ്രദ്ധിക്കണം. കുറച്ചുനാൾ അനാവശ്യ യാത്രകളൊന്നും വേണ്ടെന്ന് രണ്ടുപേരോടും പറഞ്ഞേക്കണം. എവിടെയോ ഒരു ചതി മണക്കുന്നുണ്ട് സിദ്ധു. ഞാൻ ഇറങ്ങുകയാ. ഇന്ന് നേരത്തെ ചെല്ലാമെന്ന് ഞാൻ ദേവിയോട് പറഞ്ഞു. എൻ്റെ ദേവക്കൊച്ചേ, നീ ഇവിടെ വന്നിരുന്നേ. എൻ്റെ ഇച്ചായൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? ഈ പെണ്ണിങ്ങനെ ആടിയേ.